സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആക്ഷേപഹാസ്യ ഡിജിറ്റൽ കൂട്ടായ്മയ്ക്കെതിരായ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. വ്യാജ അഭിഭാഷകരെ കുറിച്ചുള്ള ആരോപണങ്ങളും കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും സംബന്ധിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് തീരുമാനം. ഹർജിക്കാരന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ NK ഗോസ്വാമിയോട് ഇത് അത്ര വൈകാരികമായി എടുക്കേണ്ട എന്ന് ജസ്റ്റിസ് പറഞ്ഞു. കോടതി നടപടികൾക്കിടയിലെ വാക്കാലുള്ള പരാമർശങ്ങൾ വാണിജ്യപരമായി ചൂഷണം ചെയ്യുന്നവർക്കെതിരെ നടപടി വേണമെന്നും ഹർജിയിൽ പറയുന്നു. വ്യാജബിരുദം ഉപയോഗിച്ച് നിയമപരിപാലനം നടത്തുന്ന അഭിഭാഷകരെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കോടതി നടപടികൾ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള ആശങ്ക പ്രകടിപ്പിച്ച ഹർജിയിൽ കോടതിയിലെ പരാമർശങ്ങളും നിരീക്ഷണങ്ങളും പബ്ലിസിറ്റി ക്യാമ്പയിനുകൾക്കായി ഉപയോഗിക്കുകയാണെന്നും മറ്റൊരു അഭിഭാഷകൻ ആരോപണം ഉന്നയിച്ചു. എന്നാൽ അത്ര ഗൗരവമായ അടിയന്തര സാഹചര്യമില്ല, തങ്ങൾ പരിശോധിക്കാം എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. സീനിയർ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു അഭിഭാഷകൻ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പരാമർശമാണ് ഈ വിവാദങ്ങൾക്കെല്ലാം വഴിതെളിച്ചത്. തുടർന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആക്ഷേപഹാസ്യ ഡിജിറ്റൽ കൂട്ടായ്മയുടെ രംഗപ്രവേശം. എന്നാൽ താൻ യുവാക്കളെ വിമർശിച്ചുവെന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ തന്നെ വേദനിപ്പിച്ചെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മെയ് 16 ചീഫ് ജസ്റ്റിസ് വിശദീകരണം നൽകിയിരുന്നു. തന്റെ പരാമർശങ്ങൾ വ്യാജബിരുദം ഉപയോഗിച്ച് നിയമരംഗത്തേക്ക് കടന്നുവരുന്ന വ്യക്തികളെ ഉദ്ദേശിച്ചായിരുന്നുവെന്നും അത് ഒരു വിഭാഗം മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ കേന്ദ്ര സർക്കാരിനെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി ശക്തമായ പ്രചരണത്തിലേക്ക് കടക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയടക്കം വിഷയങ്ങൾ ഏറ്റെടുത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിമർശനം ശക്തമാക്കാനാണ് പാർട്ടികളുടെ നീക്കം. ഇനി എന്തെന്ന് വിശദീകരിക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ നൽകിയ ലഘുലേഖയിലാണ് കൂടുതൽ കാര്യമായ നീക്കങ്ങളിലേക്ക് കടക്കുന്നുവെന്ന് CJP വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ ചോദ്യപേപ്പർ ചോർച്ച, തൊഴിലില്ലായ്മ എന്നീ വിഷയങ്ങളാകും ആദ്യം പരിഗണന നൽകുക. ഒരു പ്രശ്നത്തിലും ഉത്തരം നൽകേണ്ടതില്ലെന്ന സർക്കാരിന്റെ ധാർഷ്ട്യത്തെയും ചോദ്യം ചെയ്യും. രാജ്യത്തെ യുവാക്കൾ അവരുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവരുടെ ശബ്ദം അടിച്ചമർത്തപ്പെടുകയാണ്. ആ നടപടിയുടെ ഭാഗമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിശബ്ദമാക്കാൻ ശ്രമിച്ചതെന്നും ലഘുലേഖ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് ഒരു സ്വതന്ത്ര യുവജന പ്രക്ഷോഭമാണ് ആലോചനയിലുള്ളത്. പിന്തുണ നൽകിയവരുടേതടക്കം അഭിപ്രായങ്ങൾ തേടിയാകും തുടർ നീക്കങ്ങൾ. തിരുത്തൽ ശക്തിയായി നിൽക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായി മാറുന്ന സൂചനകളൊന്നും ഇപ്പോൾ CJP നൽകിയിട്ടില്ല.